ഇന്ന് ജൂൺ 21, ലോക സംഗീത ദിനം. മനുഷ്യ ജീവിതത്തിൻ്റെ താളക്രമം ചിട്ടപ്പെടുത്തുന്നതിൽ സംഗീതത്തിനുള്ള സ്ഥാനം ഓർമ്മപ്പെടുത്തുന്ന ദിനം. ആയിരത്തി 1976 അമേരിക്കൻ സംഗീതജ്ഞനായ ജോയൽ കോയനാണ് ആദ്യമായി സംഗീത ദിനം എന്ന ആശയം കൊണ്ടുവന്നത്. ജോയൽ കോയന്റെ ഈ ആശയം അമേരിക്കയിൽ യാഥാർത്ഥ്യം ആയില്ല. എന്നാൽ 6 വർഷങ്ങൾക്ക് ശേഷം ഫ്രാൻസിൽ ഈ ആശയം നടപ്പാക്കി. ഫ്രഞ്ച് മന്ത്രാലയത്തിലെ സാംസ്കാരിക മന്ത്രിയായിരുന്ന ജാക്ക് ലാങ് ആണ് ജൂൺ 21 സംഗീത ദിനമായിട്ട് നിർദ്ദേശിച്ചത്. 1982 ഫ്രാൻസ് ആണ് ഈ ദിനം സംഗീത ദിനമായി ഏറ്റെടുത്തത്. ഫെറ്റ് ഡേ ലാ മ്യൂസിക് എന്ന പേരിലാണ് ഫ്രാൻസിൽ ഇത് അറിയപ്പെടുന്നത്. അങ്ങനെ 1982 മുതൽ ഫെറ്റ് ഡേ മ്യൂസിക് എന്നറിയപ്പെടുന്ന ലോക സംഗീത ദിനം ആചരിച്ചു തുടങ്ങി. ഫ്രാൻസിൽ ഇത് ഫെറ്റ് ഡി ലാ മ്യൂസിക് എന്ന സംഗീത ഉത്സവമായാണ് ആഘോഷിക്കുന്നത്. ഇന്ന് ലോകത്ത് 100-ലേറെ രാജ്യങ്ങൾ അവരുടേതായ രീതിയിൽ സംഗീത ദിനം ആഘോഷിക്കുന്നു. ഫ്രാൻസിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് വളരെ വേഗം ഈ ആഘോഷം പ്രചരിച്ചു. ഇന്ന് പല രാജ്യങ്ങളും ഈ ദിവസം കൊണ്ടാടുന്നത് സംഗീതം മനസ്സിന്റെ ഏറ്റവും നല്ല കൂട്ടാണെന്ന് തിരിച്ചറിഞ്ഞാണ്. അതിവേഗം പായുന്ന ലോകത്ത് അതിനേക്കാൾ വേഗത്തിൽ ഓടേണ്ടി വരുമ്പോഴുണ്ടാകുന്ന മനമടുപ്പിൽ നിന്ന് മോചനം തരാൻ സംഗീതത്തെക്കാൾ മികച്ചതായി മറ്റൊരു മരുന്നില്ല. അർജന്റീന, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ജർമ്മനി, ലക്സംബർഗ്, സ്വിറ്റ്സർലൻഡ്, ലെബനൻ, ചൈന എന്നീ രാജ്യങ്ങളിലൊക്കെ വിപുലമായ രീതിയിലാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ഇന്ത്യയും ലോക സംഗീത ദിനാഘോഷങ്ങൾ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ട്. ഇന്ത്യൻ സംഗീത ലോകത്തെ പ്രതിഭകളെ അറിയാനും കേൾക്കാനും ആസ്വദിക്കാനും രാജ്യത്തെമ്പാടും സംഗീത സദസ്സുകൾ ഉണ്ടാകാറുണ്ട്. രാജഭരണകാലത്തെ അനുസ്മരിപ്പിച്ച് പലയിടങ്ങളിലും സംഗീത ദർബാർ സംഘടിപ്പിക്കാറുണ്ട്. സിംഫണിയുടെ മാസ്മരികത നമുക്കേകിയ ബീതോവൻ തൊട്ട് എണ്ണിയാലൊടുങ്ങാത്ത പേരുകളാൽ സമ്പന്നമാണ് ലോക സംഗീത സദസ്സ്. സംഗീതം മനോഹരമായ ഒരു സ്വപ്നമാണ്. എനിക്ക് കേൾക്കാനാവാത്ത മനോഹാരിത. ബീതോവിന്റെ മനസ്സിലെ സംഗീതം മുഴുവൻ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിലുണ്ട്. ഗിത്താർ കൊണ്ട് മിസിസിപ്പിയൻ സംഗീതത്തിന്റെ മാന്ത്രികത പകർന്നുവന്ന എക്കാലത്തെയും ഗിത്താർ മാന്ത്രികൻ റോബർട്ട് ജോൺസൺ 4-ാം വയസ്സിൽ ക്ലാസിക് രചനകൾ ചെയ്തു തുടങ്ങി. 7-ാം വയസ്സിൽ ഒരു വയലിനും കയ്യിലെടുത്ത് ലോകത്തെ അമ്പരിപ്പിച്ച മൊസാർട്ട് റോക്ക് ആൻഡ് റോൾ സംഗീത ശാഖയുടെ എക്കാലത്തെയും മുടിചൂടാമന്നനാണ്. അറിയപ്പെടുന്ന എൽവിസ് പ്രെസ്ലേവ് ഒരു കൊച്ചു സ്റ്റേഡിയം ഉണ്ടെങ്കിൽ ഒരു നഗരത്തെ മുഴുവൻ ഞാൻ ആനന്ദത്തിലാക്കാം എന്നുറക്കെ പറഞ്ഞ ബോബ് ഡിലൻ സംഗീതം നിങ്ങളിലേക്ക് എത്തിയത് പിന്നെ നിങ്ങൾ വേദന അറിയില്ലെന്ന് പറഞ്ഞ ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച
മഹാപ്രതിഭകളെ നമുക്ക് ഓർക്കാം. കബീർ ദാസ്, സൂർദാസ്, മിയാൽ താൽസൻ, രവീന്ദ്രനാഥ ടാഗോർ തുടങ്ങിയ പണ്ഡിറ്റ് രവിശങ്കർ, ഉസ്താദ് ബിസ്മില്ല ഖാൻ, എം സുബലക്ഷ്മി, എസ് ബാലചന്ദർ, ഹരിപ്രസാദ് ചൗരസ്യ, ബീഗം അക്തർ, അങ്ങനെ നീളുന്നു പേരുകൾ. സംഗീതത്തിൻ്റെ അമൃതധാര പൊഴിച്ചുകൊണ്ട് ഈ വർഷത്തെ സംഗീത ദിനവും കടന്നുപോകും. മനസ്സിൽ സംഗീതം സൂക്ഷിക്കുന്ന ഓരോരുത്തരിലും ഈ ദിനം സംഗീതം പെയ്തുകൊണ്ടേയിരിക്കും. കെട്ടകാലത്തിൻ്റെ നീറ്റിലകറ്റാൻ എന്നും നിറയെ പെയ്യട്ടെ സംഗീതം, സംഗീതമഴ. സംഗീതം ഭൂവിൽ നരജീവിതം, സംഗീതം ഭൂവിൽ നരജീവിതം, ശ്രുതിമധുര സമ്മോഹനം, ലഹരിമയമുന്മാദം, താളരാഗഭാവബന്ധമനുപദം, ശോകമൂക സൗഖ്യജന്യമനുപമം. സംഗീതം ഭൂവിൽ നരജീവിതം.